സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് സെലക്ട് ചെയ്തിട്ടുള്ള 100 ചോദ്യങ്ങളുടെ ഒരു ക്വിക്ക് റിവിഷനാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻസേഴ്സ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ആദ്യത്തെ കൃത്രിമ റബ്ബർ ഏത്? ആദ്യത്തെ കൃത്രിമ റബ്ബർ നിയോപ്രീൻ ആണ്. നിയോപ്രീൻ ആണ് ആദ്യത്തെ കൃത്രിമ റബ്ബർ. കേബിൾ ലാംജാവോ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? ദേശീയോദ്യാനത്തിന്റെ പേര് കേബിൾ ലാംജാവോ ദേശീയോദ്യാനം. അത് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? മണിപ്പൂരിലാണ്. മണിപ്പൂരിലാണ് കേബിൾ ലാംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. മണിപ്പൂർ. മാഗ്നറ്റൈറ്റ് ഏതിൻ്റെ അയിരാണ്? മാഗ്നറ്റൈറ്റ് ഏതിൻ്റെ അയിരാണ്? ഇരുമ്പാണ്. ഇരുമ്പിൻ്റെ അയിരാണ് മാഗ്നറ്റൈറ്റ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി ആര്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി KG ബാലകൃഷ്ണനാണ്. KG ബാലകൃഷ്ണൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യത്തെ മലയാളിയാണ് KG ബാലകൃഷ്ണൻ. നിലവിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് എന്ന് കമന്റ് ചെയ്യുക. നിലവിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്തത്? മൗലിക ചുമതലകൾ അല്ലെങ്കിൽ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 42 ആണ്. 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്തത്. 42ാം ഭേദഗതി. സംസ്ഥാന PSC ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന PSC ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. ഗവർണറാണ് സംസ്ഥാന PSC ചെയർമാനെ നിയമിക്കുന്നത്. ഗവർണർ. ആരുടെ കേസ് വാദിക്കാനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത്? ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത് ആരുടെ കേസ് വാദിക്കാനാണ്? സേഠ് അബ്ദുള്ള. സേഠ് അബ്ദുള്ളയുടെ കേസ് വാദിക്കുവാൻ വേണ്ടിയിട്ടാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർത്തമാന പത്രങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർത്തമാന പത്രങ്ങൾ ഉള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ്. ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർത്തമാന പത്രങ്ങൾ ഉള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. കേരളത്തിൽ സഹ്യന് കുറുകെയുള്ള ഏറ്റവും വലിയ ചുരം ഏത്? കേരളത്തിൽ സഹ്യന് കുറുകെയുള്ള ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. പാലക്കാട് ചുരം. എവിടെയാണ് പഞ്ചായത്ത് രാജിന് തുടക്കം കുറിച്ചത്? പഞ്ചായത്ത് രാജിന് തുടക്കം കുറിച്ചത് എവിടെയാണ്? നാഗൂരാണ്. രാജസ്ഥാനില് നാഗൂരാണ് പഞ്ചായത്ത് രാജിന് തുടക്കം കുറിച്ചത്. രാജസ്ഥാനില് നാഗൂർ. ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് എവിടെയാണ്? ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് കിനാലൂരാണ്. കോഴിക്കോട് ജില്ലയിലെ കിനാലൂരാണ് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോട് ജില്ലയിലെ കിനാലൂരാണ് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത്. രാജാജി നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? നാഷണൽ പാർക്കിന്റെ പേര് രാജാജി നാഷണൽ പാർക്ക്. രാജാജി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിലാണ് രാജാജി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഉത്തരാഖണ്ഡ്. ഉഖായ് പദ്ധതി ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ഉഖായ്. ഉഖായ് പദ്ധതി സ്ഥിതി ചെയ്യുന്നത് താപ്തി നദിയിലാണ്. താപ്തി നദിയിലാണ് ഉഖായ് പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. താപ്തി. റൂർക്കേല സ്റ്റീൽ പ്ലാന്റിന്റെ നിർമ്മാണത്തിന് സഹകരിച്ച രാജ്യമേത്? റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് നിർമ്മാണത്തിന് സഹകരിച്ചത് ജർമ്മനിയാണ്. ജർമ്മനി. ഇന്ത്യയില് പോർച്ചുഗീസ് സാമ്രാജ്യം സ്ഥാപിച്ചത് ആര്? ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യം സ്ഥാപിച്ചത് ആരാണ്? അൽബുക്കർക്കാണ്. അൽബുക്കർക്കാണ് ഇന്ത്യയില് പോർച്ചുഗീസ് സാമ്രാജ്യം സ്ഥാപിച്ചത്. അൽബുക്കർക്ക്. ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരി ആര്? ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരി
കർണം മല്ലേശ്വരിയാണ്. ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് കർണം മല്ലേശ്വരി. രത്നമണികൾ എന്ന കവിതാ സമാഹാരം രചിച്ചത് ആര്? കവിതാ സമാഹാരത്തിന്റെ പേര് രത്നമണികൾ. രത്നമണികൾ എന്ന കവിതാ സമാഹാരം രചിച്ചത് പൊയ്കയിൽ യോഹന്നാനാണ്. പൊയ്കയിൽ യോഹന്നാന്റെ കൃതിയാണ് രത്നമണികൾ എന്നത്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ഏത്? കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരം. ജയക് വാടി പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ജയക് വാടി പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഗോദാവരിയാണ്. ഗോദാവരി നദിയിലാണ് ജയക് വാടി പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഗോദാവരി നദിയിലാണ് ജയക് വാടി പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഏത് രാജാവിന്റെ കാലത്താണ് തിരുവിതാംകൂറും മദ്രാസ് സംസ്ഥാനവുമായി മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച കരാറിൽ ഒപ്പിട്ടത്? ഏത് രാജാവിന്റെ കാലത്താണ് തിരുവിതാംകൂറും മദ്രാസ് സംസ്ഥാനവുമായിട്ട് മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച കരാറിൽ ഏർപ്പെട്ടത്? ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ്. ശ്രീമൂലം തിരുനാൾ. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ഗലീലിയോയാണ്. ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ഗലീലിയോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം മുംബൈയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആരായിരുന്നു? എ.ഒ. ഹ്യൂം ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി. അടുത്തൊരു ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം കമന്റ് ചെയ്യുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം. റാണി ഗൗരി പാർവതിബായി തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധിതമാക്കിയത് ഏത് വർഷത്തിലാണ്? തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധിതമാക്കിയത് ആരാണ്? റാണി ഗൗരി പാർവതിബായി ആണ്. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധിതമാക്കിയത് ഏത് വർഷം ആണ്? 1817 AD 1817 റാണി ഗൗരി പാർവതിബായി തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധിതമാക്കിയത്. സത്യമേവ ജയതേ എന്നത് ഏത് ഉപനിഷത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? സത്യമേവ ജയതേ മുണ്ടകോപനിഷത്തിൽ നിന്നുമാണ്. മുണ്ടകോപനിഷത്ത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. മധ്യപ്രദേശിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ളത്. ആര്യ സമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത്? ആര്യസമാജത്തിന്റെ ബൈബിൾ സത്യാർത്ഥ പ്രകാശമാണ് ആര്യസമാജത്തിന്റെ ബൈബിൾ എന്ന് അറിയപ്പെടുന്നത്. സത്യാർത്ഥ പ്രകാശം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ദാദാബായ് നവറോജി. അടുത്ത ചോദ്യം, ടാഗോറിന് നോബൽ സമ്മാനം ലഭിച്ചത് ഏത് വർഷമാണ്? ടാഗോറിന് നോബൽ സമ്മാനം ലഭിച്ച വർഷം 1913 1913 ടാഗോറിന് നോബൽ സമ്മാനം ലഭിച്ചത്. ടാഗോറിന് നോബൽ സമ്മാനം ലഭിച്ച വർഷം 1913. ദേശീയ സാക്ഷരതാ മിഷൻ നിലവിൽ വന്ന വർഷം? ദേശീയ സാക്ഷരതാ മിഷൻ നിലവിൽ വന്നത് 1988. ദേശീയ സാക്ഷരതാ മിഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? 1988. മുതിർന്ന പൗരന്മാർക്കായി സർക്കാർ ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതി
മുതിർന്ന പൗരന്മാർക്കായിട്ടുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ. പദ്ധതിയുടെ പേര് നവജീവൻ. മുതിർന്ന പൗരന്മാർക്കായിട്ട് സർക്കാർ ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ പദ്ധതി. ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല എന്നത് ഏത് മൗലികാവകാശത്തിന്റെ പരിധിയിൽ വരുന്നതാണ്? ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല എന്നത് ഏത് മൗലികാവകാശത്തിന്റെ പരിധിയിലാണ് വരുന്നത്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിലാണ് ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല എന്നത് വരുന്നത്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഏറ്റവും കൂടുതൽ പ്രതിനിധികൾ പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏത്? ഏറ്റവും കൂടുതൽ പ്രതിനിധികൾ പങ്കെടുത്ത വട്ടമേശ സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനമാണ്. അപ്പൊ ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏത് എന്ന് ചോദിച്ചാലോ, രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത്. ഏറ്റവും കൂടുതൽ പ്രതിനിധികൾ പങ്കെടുത്തതും ഗാന്ധിജി പങ്കെടുത്തതും രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ആണ്. രാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗം അറിയപ്പെടുന്നത്? രാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗമാണ് ശാരദാമഠം. രാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗം അറിയപ്പെടുന്നത് ശാരദാമഠം. ഏത് രോഗത്തിനെ കുറിച്ചുള്ള കേരള സർക്കാരിന്റെ ബോധവൽക്കരണ പരിപാടിയാണ് ആയുർദളം? ബോധവൽക്കരണ പരിപാടിയുടെ പേര് ആയുർദളം. ഏത് രോഗത്തിനെ കുറിച്ചുള്ള കേരള സർക്കാരിന്റെ ബോധവൽക്കരണ പരിപാടിയാണ് ആയുർദളം? എയ്ഡ്സ് ആണ്. എയ്ഡ്സ് രോഗ ബോധവൽക്കരണ പരിപാടിയാണ് ആയുർദളം. 1933 ജാതി നാശിനി സഭ സ്ഥാപിച്ച നവോത്ഥാന നായകൻ? ജാതി നാശിനി സഭ സ്ഥാപിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? സ്വാമി ആനന്ദ തീർത്ഥനാണ് ജാതി നാശിനി സഭ സ്ഥാപിച്ചത്. ഏത് വർഷമാണ്? 1933 ജാതി നാശിനി സഭ സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? ആനന്ദ തീർത്ഥൻ. പണ്ഡിറ്റ് കറുപ്പന്റെ ജന്മസ്ഥലം ചേരാനെല്ലൂരാണ്. പണ്ഡിറ്റ് കറുപ്പന്റെ ജന്മസ്ഥലം ചേരാനെല്ലൂർ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്നറിയപ്പെടുന്നത് ആര്? കേരളത്തില് ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്നറിയപ്പെടുന്നത് മൊയ്യാരത്ത് ശങ്കരനാണ്. കേരളത്തില് ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്ന് അറിയപ്പെടുന്നത്. ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി ആര്? ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് OM നമ്പ്യാർ. ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് OM നമ്പ്യാർ. കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി കിരീടം നേടിയ വർഷം? കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി കിരീടം നേടിയത് ഏത് വർഷമാണ്? 1973 1973 കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി കിരീടം നേടിയത്. പ്രാദേശിക ഭാഷാ പത്ര നിയമം പാസാക്കിയത് ആര്? ലിട്ടൺ പ്രഭു. ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്? ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് രാജാരാമണ്ണ. ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാരാമണ്ണ. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ടയാണ്. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് എന്നാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ പ്രഥമ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9 ഡിസംബർ 9 പ്രഥമ സമ്മേളനം നടന്നത്. 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത്. ട്രാഫിക് സിഗ്നലുകളിൽ സ്ത്രീ ഐക്കണുകൾ സ്ഥാപിച്ച ആദ്യത്തെ ഇന്ത്യൻ നഗരം ഏത്?
ട്രാഫിക് സിഗ്നലുകളിൽ സ്ത്രീ ഐക്കണുകൾ സ്ഥാപിച്ച ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ്? മുംബൈയാണ്. മുംബൈ. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഗ്ലോബുലിൻ. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഗ്ലോബുലിൻ. ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള കലകൾ ഏത്? ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള കലകളാണ് യോജക കലകൾ. ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള കലകൾ ഏതാണ്? യോജക കലകൾ. എന്തിന്റെ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള നിർമ്മാണ പ്രക്രിയയാണ് ബെസിമർ പ്രക്രിയ? ബെസിമർ പ്രക്രിയ. ബെസിമർ പ്രക്രിയ സ്റ്റീലിന്റെ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള നിർമ്മാണ പ്രക്രിയയാണ്. സ്റ്റീലിന്റെ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്നത് ബെസിമർ പ്രക്രിയ എന്നാണ്. ബെസിമർ പ്രക്രിയ. സ്റ്റീൽ. ദൈവകണം എന്നറിയപ്പെടുന്നത്? ദൈവകണം ഹിഗ്സ് ബോസോൺ. ദൈവകണം എന്നറിയപ്പെടുന്നത് ഹിഗ്സ് ബോസോൺ. കേരളത്തിന്റെ വിസ്തീർണം എത്രയാണ്? കേരളത്തിന്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വിസ്തീർണം. 38,863 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിൽ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? കായിക ദിനം ഒക്ടോബർ 13 ഒക്ടോബർ 13. കേരളത്തിലെ ഏത് ജില്ലയിലാണ് ലാൽ ബഹാദൂർ ശാസ്ത്രി കോർപ്പറേഷൻ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്? ലാൽ ബഹാദൂർ ശാസ്ത്രി കോർപ്പറേഷൻ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലമാണ്. കൊല്ലം ജില്ലയിലാണ് ലാൽ ബഹാദൂർ ശാസ്ത്രി കോർപ്പറേഷൻ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആകെ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം എത്രയാണ്? കേരളത്തിലെ ആകെ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം 87 ആണ്. കേരളത്തിലെ ആകെ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം എത്ര? 87 മുനിസിപ്പാലിറ്റികൾ. ബ്രഹ്മപുരം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? ബ്രഹ്മപുരം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഡീസലാണ്. ഡീസൽ. ഏത് നവോത്ഥാന നായകന്റെ കൃതിയാണ് ദക്ഷിണായനം? കൃതിയുടെ പേര് ദക്ഷിണായനം. ഏത് നവോത്ഥാന നായകന്റെ കൃതിയാണ്? വി.ടി. ഭട്ടതിരിപ്പാടാണ്. വി.ടി. ഭട്ടതിരിപ്പാടിന്റെ കൃതിയാണ് ദക്ഷിണായനം. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായിട്ട് നടന്ന കീഴരിയൂർ ബോംബ് കേസ് നടന്നത് ഇന്നത്തെ ഏത് ജില്ലയിലാണ്? കീഴരിയൂർ ബോംബ് കേസ് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ നടന്നതാണ് കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ കോഴിക്കോടാണ്. കോഴിക്കോട്. അഷ്ടപതിയാട്ടം എന്ന പേരിലും അറിയപ്പെടുന്ന കേരളീയ കലാരൂപം ഏത്? അഷ്ടപതിയാട്ടം. അഷ്ടപതിയാട്ടം കൃഷ്ണനാട്ടമാണ്. അഷ്ടപതിയാട്ടം എന്ന പേരിലും അറിയപ്പെടുന്ന കേരളീയ കലാരൂപമാണ് കൃഷ്ണനാട്ടം. ഗേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി ആര്? ഗേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളിയാണ് കെ.എം. ബീനാമോൾ. ഗേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി ആരാണ്? കെ.എം. ബീനാമോൾ. ഏത് വിളയുടെ സങ്കര ഇനമാണ് മഞ്ചിമ? മഞ്ചിമ ഏത് വിളയുടെ സങ്കര ഇനമാണ്? വെണ്ടയാണ്. വെണ്ടയുടെ സങ്കര ഇനമാണ് മഞ്ചിമ. കേരളത്തിലെ അവസാനമായി നിലവിൽ വന്ന വന്യജീവി സങ്കേതം ഏത്? കേരളത്തില് അവസാനമായിട്ട് നിലവിൽ വന്ന വന്യജീവി സങ്കേതം കരിമ്പുഴ വന്യജീവി സങ്കേതമാണ്. 2020 മലപ്പുറം ജില്ലയിലെ നിലവിൽ വന്ന കരിമ്പുഴ വന്യജീവി സങ്കേതമാണ് കേരളത്തില് അവസാനമായിട്ട് നിലവിൽ വന്ന വന്യജീവി സങ്കേതം. എത്രാമത്തേതാണ്? 18ാമത്തെ വന്യജീവി സങ്കേതമാണ്. 18ാം വന്യജീവി സങ്കേതം. മനുഷ്യന്റെ ആമാശയത്തിലെ ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. മനുഷ്യന്റെ ആമാശയത്തിലെ ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ശരീര തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം തുലനാവസ്ഥ സെറിബെല്ലമാണ്. സെറിബെല്ലം. വാഗ്ബടാനന്ദൻ ആത്മവിദ്യാസംഘം ആരംഭിച്ച വർഷം? ആത്മവിദ്യാസംഘം ആരംഭിച്ചത് ആരാണ്? വാഗ്ബടാനന്ദനാണ്. വർഷം 1917 വാഗ്ബടാനന്ദൻ ആത്മവിദ്യാസംഘം ആരംഭിച്ച വർഷം ഏതാണ്? 1917. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായി സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി?
റേഷൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായിട്ട് സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് തെളിമ. പദ്ധതിയുടെ പേര് തെളിമ. കുതിരാൻ തുരങ്കപാതയുടെ വീതി എത്രയാണ്? കുതിരാൻ തുരങ്കപാതയുടെ വീതി 14 മീറ്റർ ആണ്. കുതിരാൻ തുരങ്കപാതയുടെ വീതി എത്രയാണ്? 14 മീറ്റർ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കേൾവി സൗഹൃദ സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കേൾവി സൗഹൃദ സംസ്ഥാനം കേരളമാണ്. കേരളം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലക്ഷദ്വീപാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. ഇന്ത്യയുടെ ആത്മഹത്യാ നഗരം എന്നറിയപ്പെടുന്നത് ബംഗളൂരുവാണ്. ബംഗളൂരു. പദവി നാമങ്ങൾ നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ 18 ആണ്. ആർട്ടിക്കിൾ 18 പദവി നാമവുമായിട്ട് ബന്ധപ്പെട്ട പദവി നാമങ്ങൾ നിരോധിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 18. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മാ മുദ്ര. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മാ മുദ്രയാണ് റെക്മാർക്ക്. വിലക്കുക എന്നർത്ഥം വരുന്ന റിട്ട് ഏത്? വിലക്കുക എന്നർത്ഥം വരുന്ന റിട്ടാണ് പ്രോഹിബിഷൻ. വിലക്കുക എന്നർത്ഥം വരുന്ന റിട്ട് പ്രോഹിബിഷൻ. പാർലമെന്റ് സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ വർഷം. പാർലമെന്റ് സ്ത്രീധന നിരോധന നിയമം പാസാക്കിയത് 1961 1961. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ബി.ആർ. അംബേദ്കർ. ഇന്ത്യയിൽ വാട്സപ്പിൽ ബാങ്കിംഗ് സർവീസ് ആരംഭിച്ച ആദ്യത്തെ ബാങ്ക്. ആദ്യ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡയാണ്. ബാങ്ക് ഓഫ് ബറോഡ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത് കുളത്തുപുഴ. ചൈൽഡ് ബജറ്റ് അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ചൈൽഡ് ബജറ്റ് അവതരിപ്പിച്ചത് മധ്യപ്രദേശാണ്. ചൈൽഡ് ബജറ്റ് അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ്. 2022 റാംസാർ പട്ടികയിൽ ഇടം നേടിയ പിച്ചാവരം കണ്ടൽവനം ഏത് സംസ്ഥാനത്താണ്? 2022 പിച്ചാവരം കണ്ടൽവനം റാംസാർ പട്ടികയിൽ ഇടം നേടിയത്. ഇത് ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്. ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് നിർമ്മാണത്തിന് സഹായം നൽകിയ രാജ്യം? ബ്രിട്ടനാണ്. ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് നിർമ്മാണത്തിന് സഹായം നൽകിയ രാജ്യം ബ്രിട്ടൻ. ഇബ്, ടൈൽ എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ്? ഇബ്, ടെൽ എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ്? മഹാനദിയാണ്. മഹാനദിയുടെ പോഷക നദികളാണ് ഇബ്, ടെൽ എന്നിവ. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് എക്കൽ മണ്ണ്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? എക്കൽ മണ്ണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പ്രകൃതിയാൽ നിർമ്മിതമായ അതിർത്തി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പ്രകൃതിയാൽ നിർമ്മിതമായ അതിർത്തി ഏത് എന്ന് ചോദിച്ചാൽ ഹിന്ദുക്കുഷ് പർവ്വതനിരയാണ്. ഹിന്ദുക്കുഷ് പർവ്വതനിര ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പ്രകൃതിയാൽ നിർമ്മിതമായ അതിർത്തിയാണ് ഹിന്ദുക്കുഷ് പർവ്വതനിര. വർണ്ണാന്തത കണ്ടെത്തുന്നതിനുള്ള പരിശോധനയാണ് ഇഷിഹാര ടെസ്റ്റ്. വർണ്ണാന്തത കണ്ടെത്തുന്നതിനുള്ള പരിശോധനയാണ് ഇഷിഹാര ടെസ്റ്റ്. യുറേനിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? യുറേനിയത്തിന്റെ അറ്റോമിക് നമ്പർ 92 ആണ്. യുറേനിയത്തിന്റെ അറ്റോമിക് നമ്പർ 92. പേരാർ എന്നറിയപ്പെടുന്ന നദി ഏത്? പേരാർ ഏതാണ്? ഭാരതപ്പുഴയാണ്. പേരാർ എന്നും അറിയപ്പെടുന്നത് ഭാരതപ്പുഴ. ഇന്ത്യയില് മുഖ്യമന്ത്രി പദത്തിലെത്തിയ ആദ്യത്തെ വനിതയാണ് സുചേത കൃപാലാനി. ഇന്ത്യയിലെ മുഖ്യമന്ത്രി പദത്തിലെത്തിയ ആദ്യ വനിത സുചേത കൃപാലാനിയാണ്. മുദ്രാ ബാങ്ക് ആരംഭിച്ചത് എന്നാണ്? മുദ്രാ ബാങ്ക് ആരംഭിച്ചത് 2015 ഏപ്രിൽ 8.
മുദ്രാ ബാങ്ക് ആരംഭിച്ചതെന്നാണ്? 2015 ഏപ്രിൽ 8 മുദ്രാ ബാങ്ക് ആരംഭിച്ചത്. നീതി ആയോഗിന്റെ ആദ്യത്തെ സിഇഒ സിന്ധു ശ്രീ ഗുള്ളർ. നീതി ആയോഗിന്റെ ആദ്യത്തെ സിഇഒ ആണ് സിന്ധു ശ്രീ ഗുള്ളർ. നീൽ ദർപ്പൺ ഏത് തരം രചനയാണ്? നീൽ ദർപ്പൺ ഏതാണ്? നാടകമാണ്. നീൽ ദർപ്പൺ നാടകം. പാർലമെന്റ് പാസാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നിലവിൽ വന്നത് എന്ന്? 2010 ഏപ്രിൽ 1 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്. 2010 ഏപ്രിൽ 1. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായിട്ട് യുനെസ്കോ തിരഞ്ഞെടുത്ത വർഷം? പശ്ചിമഘട്ടം ലോക പൈതൃക കേന്ദ്രത്തിൽ ഉൾപ്പെടുന്നതാണ്. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായിട്ട് യുനെസ്കോ തിരഞ്ഞെടുത്ത വർഷം 2012 2012. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമാക്കി യുനെസ്കോ തിരഞ്ഞെടുത്ത വർഷം 2012. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമത്തിലെ ആകെ വകുപ്പുകൾ എത്ര? വിവരാവകാശ നിയമത്തിലെ ആകെ വകുപ്പുകൾ 31. വിവരാവകാശ നിയമത്തിന് എത്ര അധ്യായങ്ങളാണുള്ളത്? എത്ര അധ്യായങ്ങൾ? 6 അധ്യായങ്ങൾ, 31 വകുപ്പുകൾ. പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്തെ കൊടുമുടി ഏതാണ്? പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്തെ കൊടുമുടിയാണ് അഗസ്ത്യാർകൂടം. പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്തെ കൊടുമുടി ഏതാണ്? അഗസ്ത്യാർകൂടം. ഭൂമിയുടെ അന്തരീക്ഷ പാളിയെ പിടിച്ചു നിർത്തുന്ന ബലം ഏതാണ്? ഭൂമിയുടെ അന്തരീക്ഷ പാളിയെ പിടിച്ചു നിർത്തുന്നത് ഗുരുത്വാകർഷണ ബലമാണ്. ഭൂമിയുടെ അന്തരീക്ഷ പാളിയെ പിടിച്ചു നിർത്തുന്ന ബലം ഏതാണ്? ഗുരുത്വാകർഷണ ബലം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് സംഭരിക്കപ്പെടുന്ന അവയവം ഏത്? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് സംഭരിക്കപ്പെടുന്നത് കരളിലാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് സംഭരിക്കപ്പെടുന്നത് കരളിലാണ്. പ്രഷർ കുക്കറിന്റെ അടിസ്ഥാന തത്വം എന്താണ്? പ്രഷർ കുക്കറിന്റെ അടിസ്ഥാന തത്വം മർദ്ദം കൂടുമ്പോൾ തിളനില കൂടുന്നു. എന്നതാണ് പ്രഷർ കുക്കറിന്റെ അടിസ്ഥാന തത്വം. മർദ്ദം കൂടുന്നു, തിളനില കൂടുന്നു. ന്യൂക്ലിയസിന്റെ വലിപ്പം അളക്കുന്ന യൂണിറ്റ്? ന്യൂക്ലിയസിന്റെ വലിപ്പം അളക്കുന്ന യൂണിറ്റ് ആണ് ഫെർമി. യൂണിറ്റ് ഏതാണ്? ഫെർമി. ന്യൂക്ലിയസിന്റെ വലിപ്പം അളക്കുന്ന യൂണിറ്റ് ഫെർമി. ഗുംറ ഏത് സംസ്ഥാനക്കാരുടെ ഗോത്രവർഗക്കാരുടെ നൃത്തരൂപമാണ്? ഗുംറ ഒഡീഷയിലെ ഗോത്രവർഗക്കാരുടെ നൃത്തരൂപമാണ്. നൃത്തരൂപത്തിന്റെ പേരെന്താണ്? ഗുംറ. ഒഡീഷയിലെ ഗോത്രവർഗക്കാരുടെ നൃത്തരൂപം. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണിത്. ജാമിയ മില്ലിയ ഇസ്ലാമിയ സർവകലാശാലയുടെ ആസ്ഥാനം? ന്യൂഡൽഹി. ജാമിയ മില്ലിയ ഇസ്ലാമിയ സർവകലാശാലയുടെ ആസ്ഥാനം ന്യൂഡൽഹി. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.